Hi friends, welcome back to my channel. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്ന ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന്റെ നാവിക് GD ആൻഡ് DBയുടെ കംപ്ലീറ്റ് സിലബസ് ഡീറ്റെയിൽസ് ആണ്. നിങ്ങളും നാവിക് GD ആൻഡ് DBക്ക് അപ്ലൈ ചെയ്ത കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുൾ കാണുക. സിലബസ് അനുസരിച്ച് വേണം നിങ്ങൾ ഇതിനു വേണ്ടി തയ്യാറെടുക്കേണ്ടത്. രണ്ട് ട്രേഡിന്റെയും സിലബസ് ഡിഫറൻ്റ് ആണ്. സിലബസിന്റെ കാര്യങ്ങൾ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് അറിഞ്ഞാൽ നല്ല രീതിയിൽ നിങ്ങൾക്ക് മുന്നോട്ട് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാവുന്നതായിരിക്കും. ഇതിന്റെ ഫുൾ സെലക്ഷൻ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് നിങ്ങൾ റിട്ടേൺ എക്സാമിന് എത്ര മാർക്ക് സ്കോർ ചെയ്ത് അതനുസരിച്ചിരിക്കും. അപ്പോൾ നിങ്ങളും ഈ രണ്ട് ട്രേഡിനും അപ്ലൈ ചെയ്ത കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്ത് ഫുൾ കാണുക. ഒഫീഷ്യൽ അപ്ഡേറ്റിൽ വന്ന ഫുൾ സിലബസ് ആണ് ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. വീഡിയോ പരമാവധി നിങ്ങൾ നമ്മുടെ കേരളത്തിലെ എല്ലാ ഡിഫൻസ് ഗ്രൂപ്പിലേക്കും ഷെയർ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ശേഷം റൈറ്റ് സൈഡിലെ ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക. ഒരു ഡിഫൻസ് ജോബ് കിട്ടുന്നിടം വരെ. സോ സിറ്റ് ബാക്ക്, റിലാക്സ്, എൻജോയ് ദ വീഡിയോ. കുട്ടികളെ, നിങ്ങളും 2025 നാവിക് GD ആൻഡ് DBക്ക് തയ്യാറെടുക്കുന്ന കുട്ടികളാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി അന ഡിഫൻസ് അക്കാഡമിയിൽ ഓൺലൈൻ ക്ലാസ്സുകൾ ആരംഭിച്ചിരിക്കുകയാണ്. നിങ്ങൾക്ക് ഇവിടെ നിന്ന് ലഭിക്കുന്ന ഫെസിലിറ്റീസ് ആണ് ഡെയിലി ലൈവ് ക്ലാസ്സസ് ഉണ്ട്, റെക്കോർഡ് സെഷൻ ലഭിക്കുന്നതായിരിക്കും, വീക്കിലി 6 days ക്ലാസ്സുകളുണ്ട്, മോക്ക് ടെസ്റ്റ് ആൻഡ് PYQ ലഭിക്കും, പിന്നെ മെഡിക്കൽ അവയർനെസ്, ഫിസിക്കൽ ട്രെയിനിങ്, ഡയറ്റ് പ്ലാൻ, ഇതെല്ലാം നിങ്ങൾക്ക് ഇവിടെ നിന്ന് ലഭിക്കുന്നതായിരിക്കും ഈ ഒരൊറ്റ പാക്കേജിൽ തന്നെ. നാവിക് GDയുടെ ടോട്ടൽ ഫീസ് 4000 ആണ്. DBക്ക് വേണ്ടിയുള്ള ടോട്ടൽ ഫീസ് 2500 രൂപയാണ്. നിങ്ങൾക്ക് ഇവിടെ നിന്ന് ലഭിക്കുന്ന ഈ ഒരു ഫെസിലിറ്റീസ് നമ്മുടെ കേരളത്തിൽ വേറെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് ലഭിക്കത്തില്ല. അപ്പോൾ നിങ്ങളും നാവിക് GD ആൻഡ് DBക്ക് തയ്യാറെടുക്കുന്ന കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് അന ഡിഫൻസ് അക്കാഡമിയിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. കോഴ്സിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് മെഡിക്കൽ ക്യാമ്പും അതുപോലെ തന്നെ ഫിസിക്കൽ ട്രെയിനിങ്ങും ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്കിനി ഡീറ്റെയിൽഡ് വീഡിയോയിലോട്ട് പോകാം. കുട്ടികളെ, നിങ്ങൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ അറിഞ്ഞിരിക്കേണ്ട ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ് കോസ്റ്റ് ഗാർഡ് GD അതുപോലെ തന്നെ കോസ്റ്റ് ഗാർഡ് DB. ഇതിന്റെ രണ്ടിന്റെയും എക്സാമിനകത്ത് കുറച്ച് ഡിഫറൻസ് ഉണ്ട്. ഇവിടെ നിങ്ങൾക്ക് കാണാം സെക്ഷൻ 1 അതുപോലെ തന്നെ സെക്ഷൻ 2. എന്നാൽ DBയിലോ നിങ്ങൾക്ക് സെക്ഷൻ 1 മാത്രമേ ഉള്ളൂ. നിങ്ങൾ GDക്ക് തയ്യാറെടുക്കുന്ന കാൻഡിഡേറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ഈ രണ്ട് സെക്ഷനും അപ്ലൈ ചെയ്യണം. എന്നാൽ നിങ്ങൾ DBക്ക് തയ്യാറെടുക്കുന്ന കാൻഡിഡേറ്റ് ആണെങ്കിൽ നിങ്ങൾ ഒരു സെക്ഷൻ മാത്രം അറ്റൻഡ് ചെയ്താൽ മതി. ഇനി നമുക്ക് നോക്കാം ഈ സെക്ഷനകത്ത് ടോട്ടൽ മാർക്ക് എത്രയാണ്, ക്വസ്റ്റ്യൻ എത്രയാണ്, ടൈം എത്ര ലഭിക്കുന്നൊക്കെ. അപ്പോൾ നിങ്ങൾ GDക്ക് തയ്യാറെടുക്കുന്ന കാൻഡിഡേറ്റ് ആണെങ്കിലും DBക്ക് തയ്യാറെടുക്കുന്ന കാൻഡിഡേറ്റ് ആണെങ്കിലും സെക്ഷൻ 1 മസ്റ്റ് ആയിട്ടും അറ്റൻഡ് ചെയ്തിരിക്കണം. സെക്ഷൻ 1ൽ വരുന്നത് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. മാക്സിമം മാർക്ക് ഇവിടെ 60 ആണ്. ടോട്ടൽ ടൈം 45 മിനിറ്റ്സ് ലഭിക്കുന്നതായിരിക്കും. ടോട്ടൽ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻ 60 ആയിരിക്കും. ഇത് തന്നെയാണ് DBയുടെയും സെക്ഷൻ 1ൽ പെടുന്നത്. ഇത് നിങ്ങൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം. ഇതിനുശേഷം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതായിരിക്കും പ്രോപ്പർ സിലബസ് അപ്ഡേറ്റ് ഓരോ സബ്ജക്റ്റിൻ്റെയും. ക്ലിയർ ആയല്ലോ? ഇനി ഈ GD കാറ്റഗറിക്ക് അപ്ലൈ ചെയ്ത കാൻഡിഡേറ്റ് സെക്ഷൻ 1 കഴിഞ്ഞതിന് ശേഷം സെക്ഷൻ 2 അറ്റൻഡ് ചെയ്യണം. സെക്ഷൻ 2 എല്ലാ അപ്ഡേറ്റ്സും നമുക്ക് നോക്കാം. സെക്ഷൻ 2 മാക്സിമം മാർക്സ് 50 ആണ്. പിന്നെ ഇവിടെ 30 മിനിറ്റ്സ് ലഭിക്കുന്നതായിരിക്കും. ടോട്ടൽ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻ 50 ആയിരിക്കും. ഇതാണ് കോസ്റ്റ് ഗാർഡ് GDയുടെയും DBയുടെയും എക്സാമിൻ്റെ ആ ഒരു സെക്ഷനകത്തുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. GDക്ക് ആണെന്നുണ്ടെങ്കിൽ 2 സെക്ഷനും അറ്റൻഡ് ചെയ്യണം. DB ആണെന്നുണ്ടെങ്കിൽ ഒരു സെക്ഷൻ മാത്രം അറ്റൻഡ് ചെയ്താൽ മതി. ക്ലിയർ? ഇനി നമുക്ക് ഡീറ്റെയിൽഡ് കാര്യത്തിലോട്ട് പോകാം. കോസ്റ്റ് ഗാർഡ് GD അതുപോലെ തന്നെ കോസ്റ്റ് ഗാർഡ് DB, ഇതിനകത്ത് സെക്ഷൻ 1ൽ ഏതൊക്കെ സബ്ജക്റ്റിൽ നിന്ന് എത്ര ക്വസ്റ്റ്യൻ വരുമെന്ന് നിങ്ങൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം. GD ആൻഡ് DBയുടെ സെക്ഷൻ രണ്ടും സെയിം തന്നെയാണ്. ഇവിടെ നിങ്ങൾ നോക്കുക, മാത്സിന് 20 ക്വസ്റ്റ്യൻ, സയൻസ് 10 ക്വസ്റ്റ്യൻ, ഇംഗ്ലീഷ് 15 ക്വസ്റ്റ്യൻ, റീസണിംഗ് 10 ക്വസ്റ്റ്യൻ, GK 5 ക്വസ്റ്റ്യൻ. ഇത് തന്നെയാണ് ഇവിടെയും സെക്ഷൻ 1ൽ. മാത്സ് 20 ക്വസ്റ്റ്യൻ, സയൻസ് 10, ഇംഗ്ലീഷ് 15, റീസണിംഗ് 10, അതുപോലെ തന്നെ GK 5. അപ്പോൾ GDക്ക് അപ്ലൈ ചെയ്ത കാൻഡിഡേറ്റ് ആണെന്നുണ്ടെങ്കിൽ സെക്ഷൻ 1 അറ്റൻഡ് ചെയ്തതിനു ശേഷം പിന്നെ എന്താണ് സെക്ഷൻ 2 കൂടി അറ്റൻഡ് ചെയ്യണം. സെക്ഷൻ 2 ഏതൊക്കെയാണ്? സെക്ഷൻ 2 നോക്കൂ കുട്ടികളെ, മാത്സിന്റെ 25 ക്വസ്റ്റ്യൻ അതുപോലെ തന്നെ ഫിസിക്സിന്റെ 25 ക്വസ്റ്റ്യൻ. ഇതാണ് ഡിഫറൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും കാര്യം മനസ്സിലായല്ലോ. ഇനി നിങ്ങൾ അറിയേണ്ടതാണ് സിലബസ് എന്താണെന്ന്. ഇതറിഞ്ഞിരുന്നാലേ നമുക്ക് സിലബസ് കൂടി ഒന്ന് നല്ലപോലെ ഡീറ്റെയിൽഡ് ആയിട്ട് അറിയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ മനസ്സിലായല്ലോ. അപ്പോൾ നമുക്കിനി നോക്കാം സിലബസ് എന്തൊക്കെയാണെന്ന്. ഫസ്റ്റ് നിങ്ങൾ അറിയേണ്ടുന്നത് സെക്ഷൻ 1ലെ എല്ലാ അപ്ഡേറ്റ്സും ആണ്. സെക്ഷൻ 1 ഏത് ട്രേഡ് ആണെങ്കിലും എന്തായാലും നിങ്ങൾ അറ്റൻഡ് ചെയ്തേ പറ്റത്തുള്ളൂ. അതായത് GD ആണെങ്കിലും പിന്നെ DB ആണെങ്കിലും രണ്ടുപേരും എന്താണ് മസ്റ്റായിട്ടും അറ്റൻഡ് ചെയ്തിരിക്കണം. അപ്പോൾ നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ തന്നെ സെക്ഷൻ 1ലെ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഫസ്റ്റ് നോക്കാൻ പോകുന്ന സയൻസ് ആണ്. സയൻസിൽ നമുക്ക് നോക്കാം ഏതൊക്കെ ടോപ്പിക്സ് നമുക്ക് കവർ ചെയ്യണോ. നിങ്ങൾക്ക് ഇവിടെ കാണാം നേച്ചർ ഓഫ് മാറ്റർ, യൂണിവേഴ്സ്, ഇലക്ട്രിസിറ്റി ആൻഡ് ഇറ്റ്സ് ആപ്ലിക്കേഷൻ, പിന്നെ ഫോഴ്സ് ആൻഡ് ഗ്രാവിറ്റേഷൻ, ന്യൂട്ടൺസ് ലോ ഓഫ് മോഷൻ, വർക്ക്, എനർജി ആൻഡ് പവർ, ഇതെല്ലാം കവർ ചെയ്യേണ്ട പോർഷൻസ് ആണ്. ഹീറ്റ്, ടെമ്പറേച്ചർ, മെറ്റൽസ് ആൻഡ് നോൺ മെറ്റൽസ്, കാർബൺ ആൻഡ് ഇറ്റ്സ് കോമ്പൗണ്ട്സ്. അതായത് ഇവിടെ കൂടുതലും ആഡ് ചെയ്തിരിക്കുന്നത് എന്താണ്, ഫിസിക്സ് ആൻഡ് കെമിസ്ട്രിയിൽ നിന്നുള്ള ടോപ്പിക്സുകളാണ്. ഇത് മസ്റ്റായിട്ട് നിങ്ങൾ കവർ ചെയ്തിരിക്കണം. നിങ്ങൾ DBക്ക് ആണെങ്കിലും GDക്ക് ആണെങ്കിലും സെക്ഷൻ 1ൽ എന്താണ് ഈ ടോപ്പിക് എല്ലാം നിങ്ങൾ കവർ ചെയ്തിരിക്കണം. എന്നാൽ മാത്രമേ സെക്ഷൻ 1 നിങ്ങൾക്ക് എന്താണ് ക്വാളിഫൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. ക്ലിയർ ആയല്ലോ? അപ്പോൾ നമ്മുടെ സയൻസിന്റെ എല്ലാ അപ്ഡേറ്റും കംപ്ലീറ്റ് ആയി. DBക്ക് തയ്യാറെടുക്കുന്ന കുട്ടികളുടെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ അറിയാമല്ലോ നിങ്ങൾക്ക്, GDയുടെയും അറിയാം. അതനുസരിച്ചിട്ടാണ് എക്സാം പാറ്റേൺ എന്ന് പറയുന്നത്. മാത്തമാറ്റിക്സിനകത്ത്
ഇതിനകത്ത് ഏതൊക്കെ ചാപ്റ്റർ വരുന്നത് നോക്കാം. നിങ്ങൾക്ക് ഇവിടെ കാണാവുന്നതാണ്. സിംപ്ലിഫിക്കേഷൻ, റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ ബാക്കിയെല്ലാം ഇവിടെ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ജോമെട്രി, പെർസെൻറ്റേജ്, വർക്ക്, ടൈം, സ്പീഡ് എല്ലാം നിങ്ങൾക്ക് ഇവിടെ കാണാവുന്നതാണ്. ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കുക. എന്നിട്ട് നിങ്ങൾ ഇതനുസരിച്ച് വേണം നിങ്ങൾ നല്ലപോലെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. നമ്മുടെ അക്കാഡമിയിലും ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പ്രോപ്പർ സിലബസ് അനുസരിച്ച് ഇത് ഫുള്ള് കവർ ചെയ്ത് നിങ്ങളുടെ കയ്യിൽ തരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളും തയ്യാറെടുക്കുന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഇവിടെ ജോയിൻ ചെയ്യാവുന്നതാണ്. ഈ ഫുൾ സിലബസ് ഡെഫിനറ്റ്ലി 100% നമ്മൾ കവർ ചെയ്യുന്നതായിരിക്കും. ക്ലിയർ ആയല്ലോ? ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാം. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷാണ്. അതിന് മുന്നേ കുട്ടികൾ എനിക്ക് പറയാനുള്ളത്, ഇതിന്റെ പ്രോപ്പർ PDF നിങ്ങൾക്ക് നമ്മുടെ ഒഫീഷ്യൽ ടെലിഗ്രാം ഗ്രൂപ്പിൽ ലഭിക്കുന്നതായിരിക്കും. നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിന്റെ പേര് അറിയാലോ, ഈ യൂട്യൂബ് ചാനലിലെ സെയിം നെയിം തന്നെയാണ്. എന്താണ്? ആൻഡ്രൻ ആർമി നേവി SSC RRB അക്കാഡമി എന്ന് നിങ്ങൾ ടെലിഗ്രാമിൽ സെർച്ച് ചെയ്യുക. അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ വരുന്ന ഗ്രൂപ്പിൽ തന്നെ നിങ്ങൾ ജോയിൻ ചെയ്യുക. അവിടെ നിങ്ങൾക്ക് എല്ലാ അപ്ഡേറ്റ്സും ലഭിക്കുന്നതായിരിക്കും. ഇതിൻ്റെ PDF ലഭിക്കുന്നതായിരിക്കും. എല്ലാ ദിവസവും നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ഓരോ ഇൻഫോർമേറ്റീവ് അപ്ഡേറ്റ്സും ലൈവ് ക്ലാസ്സുകളും മോക്ക് ടെസ്റ്റും എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ക്ലിയർ? ഇനി നമുക്ക് ഇംഗ്ലീഷ് നോക്കാം. ഇംഗ്ലീഷിനെ പ്രോപ്പറായിട്ട് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കുക. പാസേജ്, പ്രൊപ്പോസിഷൻ, കറക്ഷൻ ഓഫ് സെൻറ്റൻസ് എല്ലാ അപ്ഡേറ്റായിട്ട് ഇവിടെ നമ്മൾ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ആക്റ്റീവ് വോയിസ്, പാസീവ് വോയിസ്, പിന്നെ ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് സ്പീച്ച്, ബാക്കി എല്ലാ അപ്ഡേറ്റ്സും നോക്ക് കുട്ടികളെ. ഇതിന്റെ പ്രോപ്പർ സ്ക്രീൻഷോട്ട് എടുക്കണം. എല്ലാം ഞാനിപ്പോൾ നിങ്ങളുടെ തന്നാണ്, എല്ലാം ഞാൻ വായിച്ച് കേൾപ്പിക്കുന്നില്ല. ഇതിന്റെ പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കാവുന്നതാണ്. എന്നിട്ട് അതനുസരിച്ച് നിങ്ങൾ മുന്നോട്ട് പഠിച്ചു പോകണം. കേട്ടോ? പ്രോപ്പർ സിലബസ് അനുസരിച്ച് പഠിക്കാവുള്ളൂ. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് എന്താണ് ഈ ഒരു എക്സാം കവർ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇനി അറിയേണ്ടതാണ് ജനറൽ അവയർനെസ്. നമുക്ക് GK കാര്യം നോക്കാം. ജോഗ്രഫി, പിന്നെ ഇതിനകത്ത് സ്റ്റാറ്റിക് GK ആഡ് ചെയ്തിട്ടുണ്ട്. ഹിസ്റ്ററി ഉണ്ട്, പിന്നെ ഡിഫൻസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്, പിന്നെ കറണ്ട് അഫയേഴ്സ് ഉണ്ട്. സ്റ്റാറ്റിക് GK വരുന്നതാണ് ക്യാപിറ്റൽ കറൻസി, കോമൺ നെയിംസ് ഇതെല്ലാം. അതേപോലെ തന്നെ എമിനന്റ് പേഴ്സണാലിറ്റി, നാഷണൽ, അതായത് നാഷണൽ ബേർഡ്, സ്പോർട്സ്, ഫ്ലവർ, ആന്തം, ഇതെല്ലാം GK വരുന്ന പോർഷൻസ് ആണ്. ഇതും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ മസ്റ്റ് ആയിട്ടും കവർ ചെയ്തിരിക്കണം. സ്റ്റാറ്റിക് GK നിന്ന് ക്വസ്റ്റ്യൻസ് മസ്റ്റ് ആയിട്ടും എല്ലാ ഡിഫൻസിൻ്റെ എക്സാമിനും വരുന്നതാണ്. അപ്പോൾ GK പോർഷൻസ് ഇതാണ്. ഇതിനകത്ത് ജോഗ്രഫി ഉണ്ട്, ഹിസ്റ്ററി ഉണ്ട്, സ്റ്റാറ്റിക് GK ഉണ്ട്, എല്ലാം ഇതിനകത്തും ആഡ് ചെയ്തിട്ടുണ്ട്. ക്ലിയർ? ഇനി നമുക്ക് നോക്കാം റീസണിങ്. റീസണിങ്ങിൻ്റെ പോർഷൻസ് ഇത്രയും നിങ്ങൾ കവർ ചെയ്തിരിക്കണം. ക്ലിയർ ആണല്ലോ? സ്ക്രീൻഷോട്ട് എടുക്കുക. എന്നിട്ട് അതനുസരിച്ച് നിങ്ങൾ നിങ്ങളുടെ സ്റ്റഡി മുന്നോട്ട് കൊണ്ടുപോവുക. കുട്ടികളെ, ഇത്രയുമാണ് നമ്മുടെ സെക്ഷൻ 1 വരുന്ന സിലബസ് അപ്ഡേറ്റ് എന്ന് പറയുന്നത്. സെക്ഷൻ 1 എല്ലാ ചാപ്റ്റേഴ്സും ഞാൻ കവർ ചെയ്തു. അതിപ്പോൾ GK ആണെങ്കിലും ഇംഗ്ലീഷ് ആണെങ്കിലും റീസണിങ് ആണെങ്കിലും മാത്സ് ആണെങ്കിലും സയൻസ് ആണെങ്കിലും. അപ്പോൾ നിങ്ങൾ ഇതനുസരിച്ച് വേണം നിങ്ങൾ പഠിച്ച് മുന്നോട്ട് പോകേണ്ടത്. ഇനി നിങ്ങൾ അറിയേണ്ട ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ് ഫിസിക്സ് ആൻഡ് മാത്സിൻ്റെ. ആർക്കാണ്? കോസ്റ്റ് ഗാർഡിൻ്റെ GDക്ക് വേണ്ടിയിട്ടുള്ള, മനസ്സിലായ, ICG GDക്ക് വേണ്ടിയിട്ടുള്ള സിലബസ് ആണ് സെക്ഷൻ 2 ഫിസിക്സും അതുപോലെ തന്നെ മാത്സും. ഇത് ഞാൻ ഫുൾ റീഡ് ചെയ്യുന്നില്ല. എല്ലാ കുട്ടികളും ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കുക. ഇതനുസരിച്ച് നിങ്ങൾ പഠിച്ച് മുന്നോട്ട് പോവുക. സെക്ഷൻ 2 പഠിക്കുന്ന കുട്ടികൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഫിസിക്സിൻ്റെ ടോപ്പിക്സ് ആണ്. സ്ക്രീൻഷോട്ട് എടുക്കുക. ഇതെല്ലാം റീഡ് ചെയ്താൽ ഇവിടെ സമയം കൂടുതലാവുന്നതായിരിക്കും. പിന്നെ വീഡിയോയും നല്ല ലെങ്തി ആവുന്നതായിരിക്കും. അതുകൊണ്ട് ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കുക നിങ്ങൾ. അതിനുശേഷം നെക്സ്റ്റ് ആണ് മാത്തമാറ്റിക്സ്. ഇതിൻ്റെ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കുക. എല്ലാ ചാപ്റ്റേഴ്സും ആഡ് ചെയ്തിട്ടുണ്ട്. ഒഫീഷ്യൽ അപ്ഡേറ്റിൽ വന്ന എല്ലാ ചാപ്റ്റേഴ്സും ഇതിനകത്ത് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഒന്നും നമ്മൾ മിസ് ചെയ്തിട്ടില്ല. ക്ലിയർ ആയ കുട്ടികളെ? ഇത്രയുമാണ് പ്രോപ്പറായിട്ടുള്ള സിലബസ് അപ്ഡേറ്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? ഒന്നുകൂടെ ഞാൻ ഷെയർ ചെയ്യാൻ നിങ്ങളായിട്ട്. ഫിസിക്സിൻ്റെ ഇതാണ്. ഇത് സെക്ഷൻ 2 വരുന്നതാണ്. ആരുടെയാണ്? നാവിക് GDയുടെ ആണ് ഇത്. DBക്ക് എന്താണ്? DBക്ക് ഈ ഒരു സിലബസ് പഠിക്കേണ്ട ആവശ്യമില്ല. DBക്ക് ഓൺലി സെക്ഷൻ 1 മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങളും GDക്ക് അപ്ലൈ ചെയ്ത കാൻഡിഡേറ്റ് ആണെന്നുണ്ടെങ്കിൽ സെക്ഷൻ 2 അപ്ലൈ ചെയ്യണം. സെക്ഷൻ 2 ഫിസിക്സും അതുപോലെ തന്നെ മാത്സും മാത്രമാണ് വരുന്നത്. സ്ക്രീൻഷോട്ട് എടുക്കുക. ഓക്കെ, ഇതിൻ്റെയും സ്ക്രീൻഷോട്ട് എടുക്കുക. അപ്പോൾ ഇതിൻ്റെയും സ്ക്രീൻഷോട്ട് എടുക്കുക. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഇത്രയുമാണ് നാവിക് GD ആൻഡ് DBക്ക് തയ്യാറെടുക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയുള്ള സിലബസ് എന്ന് പറയുന്നത്. പ്രോപ്പറായിട്ടെല്ലാം ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളും ഇതനുസരിച്ച് പഠിച്ച് മുന്നോട്ട് പോവുക. നിങ്ങളുടെ ഏതെങ്കിലും കൂട്ടുകാർ ഇതിനുവേണ്ടി തയ്യാറെടുക്കുന്നുണ്ടെങ്കിൽ അവർക്ക് കൂടി ഈ ഒരു വീഡിയോയുടെ ലിങ്ക് നിങ്ങൾ മസ്റ്റായിട്ടും ഷെയർ ചെയ്യണം. സിലബസ് അനുസരിച്ച് വേണം നിങ്ങൾ പഠിച്ച് മുന്നോട്ട് പോകേണ്ടത്. അതുപോലെ തന്നെ എക്സാം പാറ്റേൺ അനുസരിച്ച് വേണം നിങ്ങൾ പഠിച്ച് മുന്നോട്ട് പോകേണ്ടത്. ഐ ഹോപ്പ് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. പരമാവധി ഷെയർ ചെയ്യുക ഈ ഒരു വീഡിയോ നമ്മുടെ കേരളത്തിലെ എല്ലാ ഡിഫൻസ് ഗ്രൂപ്പിലേക്കും. അപ്പോൾ നമുക്ക് വേറെ വീഡിയോ ഉടനെ തന്നെ കാണാം. താങ്ക് യു സോ മച്ച്. ജയ് ഹിന്ദ്.